Hi everyone, Assalamualaikum. Welcome back to Simply You Can. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്ട്രോ വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് ട്ടോ. അപ്പോൾ അതിനു വേണ്ടിയിട്ട് രണ്ട് ബ്ലൂ കളർ സ്ട്രോയും എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീൻ കളർ സ്ട്രോയും ആണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇവിടെ സ്ട്രോ വെച്ചിട്ട് ഫ്ലവേഴ്സ് ആണ് ട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് പെറ്റൽ ഒരുമിച്ച് വരുന്ന രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ട്രോ ഇതുപോലെ കുറച്ച് വലിയ പീസ് ആയിട്ടാണ് ട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സെയിം സൈസിലുള്ള 4 പീസ് ഞാൻ എടുത്തിട്ടുണ്ട് ഒരു ഫ്ലവർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഓരോ പീസും ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് ഒരു പെറ്റലിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 പെറ്റൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുമിച്ചാണ് 2 പെറ്റലും കട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ബാക്കി 3 പീസും കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷന് അപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ ഞാനൊരു സൂചിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പെറ്റൽസിലും ഒന്നിങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ആ സൂചി വെച്ചിട്ട്. അപ്പോഴേ ആ പെറ്റൽ ശരിക്കും സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുള്ളൂ കേട്ടോ. ഇതുപോലെ ബാക്കിയുള്ള പെറ്റൽസും കൂടി ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ ആ പെറ്റൽസൊക്കെ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ആ ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ പീസ് യെല്ലോ കളർ സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഇതുപോലെ തിന്നായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിനെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ ഒരു പീസും കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു കമ്പിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അറ്റം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ സ്ട്രോൻ്റെ പീസ് ഇതിൽ ഒട്ടിച്ചൊന്ന് റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ആ രണ്ടാമത്തെ പീസും കൂടെ ഞാനതൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ പെറ്റലും ഇതുപോലെ കമ്പിയിൽ കോർത്ത് അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ആ 3 പെറ്റലും ഞാൻ ഇതുപോലെ അറേഞ്ച് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് വരുന്ന ആ പെറ്റൽസിനെ ഞാൻ ഇതുപോലെ 2 പീസായിട്ട് കട്ട് ചെയ്ത് ഓരോന്നായിട്ട് ഓരോ സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഫ്ലവർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ട് നമുക്ക് ലീവ്സ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്രീൻ കളറ് സ്ട്രോ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഒരു സ്ട്രോന്ന് ഞാൻ 2 ലീവ്സ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലും തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൂചി വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ഗ്രീൻ ടേപ്പിൻ്റെ പീസ് എടുത്തിട്ട് ആ ഫ്ലവറിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ചുറ്റി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു ലീഫിനെ ആ ഫ്ലവറിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ പീസ് കമ്പി എടുത്ത് ആ ലീഫിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആ കമ്പി കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്ട്രോൻ്റെ പീസ് തന്നെ അവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെയുള്ള വേറെയും കുറച്ച് ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുറച്ച് കൂടുതൽ ലീവ്സും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതുപോലത്തെ ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലാണ് കേട്ടോ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയൊരു പീസ് തെർമോക്കോളും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഗ്രീൻ കളർ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കളർ പേപ്പറിന് പകരമായിട്ട് ഗ്രീൻ കളർ വേണമെങ്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ ലീവ്സും ഫ്ലവേഴ്സും അതിലൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് ഞാനൊരു ലീഫ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ ബാക്കിയുള്ള ലീവ്സും കൂടെ ഞാൻ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ ലീഫിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കമ്പി വെച്ച് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് അതിൽ ലീഫ് ഒട്ടിച്ചു കൊടുത്താലും മതി.
കമ്പിയാണെങ്കിൽ നമുക്കൊന്നുകൂടെ ഈസി ആയിരിക്കും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള ഫ്ലവേഴ്സും കൂടെ ഞാനൊന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ സ്ട്രോ വെച്ചിട്ട് നല്ല അടിപൊളി ഫ്ലവേഴ്സും ബോട്ടിലാട്ടും ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിച്ചെറിയുന്ന സ്ട്രോ ഒക്കെ വെച്ചിട്ട് ഇതുപോലെ അടിപൊളി ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോസൊക്കെ ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ട്രൈ ചെയ്യുന്ന പിക്ചേഴ്സൊക്കെ എനിക്ക് വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തരണേ. വാട്സാപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്